ഞാൻ അമ്മയ്ക്ക് ചായ എടുത്തോണ്ട് വരാം. എന്താണാവോ എന്റെ മക്കളും മരുമക്കളും കൂടി ഒരു ഗൂഢാലോചന? ഗൂഢാലോചന ഒന്നും അല്ലമ്മേ. അനുവിന് കൊടുക്കാനുള്ള 25 ലക്ഷം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ആലോചിക്കായിരുന്നു. ആ, അത് നീ എന്നെ ധിക്കരിച്ച് പണം കൊടുക്കാന്ന് പറയുമ്പോ ആലോചിക്കണായിരുന്നു. അത് 19 ലക്ഷം രൂപ ഞങ്ങൾ എല്ലാവരോടും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 6 ലക്ഷത്തിന്റെ കുറവേ ഉള്ളൂ. അമ്മയുടെ കയ്യിൽ വല്ല നീക്കിയിരിപ്പുണ്ടെങ്കിൽ ഏട്ടനൊന്ന് സഹായിക്ക്. ഓ, എന്റെ കയ്യിൽ നീക്കിയിരിപ്പുണ്ടാവാൻ നീ കുറെ സമ്പാദിച്ചു കൊണ്ടുവന്ന് തന്നിട്ടുണ്ടല്ലോ. അമ്മ ഉള്ളത് കൊടുത്താ മതി, ബാക്കി ഇന്ദ്രേട്ടൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചോളൂ. എന്റെ ഇന്ദ്രന് കൊടുക്കാൻ നീ ഇവനും ഒന്ന് എന്നെ ഉപദേശിക്കണ്ടടി. 25 ലക്ഷം രൂപ കൊടുത്താലും അനുപമ ഷോപ്പ് ഇവൻ എഴുതി കൊടുക്കുമെന്ന് ആദ്യം ഉറപ്പിക്കേ. ഇന്ദ്രൻ ഹോസ്പിറ്റലിൽ വെച്ച് ഹർഷയുടെ കുഞ്ഞിനെ കയ്യിലെടുത്തതിന്റെ പേരില അനുപമ ആദ്യത്തെ എഗ്രിമെന്റ് ഇത് മാറിയത്. അവളുടെ അനിയത്തി ഒരുത്തിയുണ്ടല്ലോ ദയ, ആ കുശുംബിയെയും ശബരിയുടെ അളിയൻ ധനനെയും ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോഴേ ഞാൻ ഓർത്തതാ അനുപമയുടെ കാതിൽ എന്തെങ്കിലുമൊക്കെ എത്തൂന്ന്. പക്ഷെ ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ മകനെതിരെ അപവാദം പറഞ്ഞവരുടെ കുടുംബത്തിൽ ചെന്ന് ഞാൻ കണക്ക് തീർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ 25 ലക്ഷം ഉണ്ടാക്കി ചെല്ലുമ്പോ അനുപമ വീണ്ടും നിന്നെ വട്ടം കറക്കുമെന്നായി എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കടം വാങ്ങുന്നതും ലോൺ എടുക്കുന്നൊക്കെ ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി. അമ്മേ ചായ. എനിക്ക് വേണ്ട നിന്റെ ചായ. അവളുടെ ഒരു ചായ. ഏട്ടൻ അമ്മയുടെ വാക്ക് കേട്ട് ഹർഷയെ കാണാൻ പോയതേ പ്രശ്നമാവൂന്ന് ഞങ്ങൾക്ക് അപ്പോഴേ തോന്നിയതാ. ഇനി ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ദിരേട്ട സ്ട്രോങ് ആയിരുന്നു. അനുചേച്ചിക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഞങ്ങളത് സംസാരിച്ച് മാറ്റിക്കോളാം. പ്രതിഭേ, നീ ചായങ്ങിതാ, ഞാൻ കുടിച്ചോളാം. അമ്മ ഇത് നിരസിച്ചേനെ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാം. സാരില്ല പ്രതിഭേ, അമ്മയുടെ ചില നേരത്തെ സ്വഭാവം നിനക്കറിയാലോ.